ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഭരണഘടനാനുസൃതമായ അല്ലാത്തൊരു നടപടിയെപ്പോലും വിമർശിക്കാൻ, തുറന്ന് വിമർശിക്കാനുള്ള ധൈര്യം പ്രതിപക്ഷ നേതാവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. ഒരേ സമയം അദ്ദേഹം ചാഞ്ചാട്ടാണ് കാണിക്കുന്നത്. ഗവർണർ ചെയ്തതൊന്നും ശരിയായില്ല എന്നും പറഞ്ഞ്, എന്നാൽ സർക്കാർ ചെയ്തതും ശരിയല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര ഭയം? ഭരണഘടനാപരമല്ലാത്തൊരു നടപടി ഗവർണറിൽ നിന്നുണ്ടായാൽ അത് ഭരണഘടനാപരമല്ല എന്ന് നിവർന്നു നിന്ന് പറയാൻ, ഗവർണർ ചെയ്തത് തെറ്റാണ് എന്നൊന്ന് ഉറച്ചു പറയാൻ എന്താണ് പ്രതിപക്ഷ നേതാവിനൊരു ധൈര്യം വരിക? എന്താ അതില്ലാത്തത്? അതിൽ മാത്രമല്ല കേട്ടോ പ്രതിപക്ഷ നേതാവിൻ്റെ ധൈര്യക്കുറവ്. ഇന്ന് അദ്ദേഹം ശബരിമലയെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? ഇന്ന് വല്ല പ്രതികരണം ഉണ്ടായോ? എന്തായിരുന്നു? അപ്പം ഇപ്പം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എന്താണ്? ശബരിമലയുടെ കാര്യം വരുമ്പോൾ ഒരു പഴയ വീറും വാശിയും ഉത്സാഹവും കാണുന്നില്ലല്ലോ. ഞാനിത് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിരുന്നു. പഴയ വീറും വാശി ഉത്സാഹമൊന്നും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കൾക്കും കാണാത്തത് എന്താ? അവർക്കൊരു ഉൾക്കിടിലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പ്രതിപക്ഷ നേതാവല്ലേ SITയെ നാഴികയ്ക്ക് 40 വട്ടം ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്? 2 ഉദ്യോഗസ്ഥരെ SITയിൽ ഉൾപ്പെടുത്തിയതിനെ പരസ്യമായിട്ട് വിമർശിച്ചത് ഈ പ്രതിപക്ഷ നേതാവല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയ, അതിൽ ഉദ്യോഗസ്ഥന്മാരെ വ്യക്തിപരമായിട്ട് അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കൊടുത്തില്ലേ? ഞങ്ങളുടെ അനുമതിയോടെയാണ് അവരെ ഉൾപ്പെടുത്തിയത്, അവർ കഴിവും കാര്യക്ഷമതയും വിശ്വാസ്യതയുമുള്ള ഉദ്യോഗസ്ഥരാണെന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ? ഇപ്പോൾ പഴയ ഉത്സാഹം കാണുന്നില്ല. പാരഡിപ്പാട്ടിലും തീരെ താല്പര്യം കാണിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരൊന്നും അതിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല. കാരണം എല്ലാവർക്കും മനസ്സിലായി, 20 കൊല്ലം മുമ്പുള്ള UDFന്റെ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വരുന്നു എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ പഴയ വീറും വാശിയും ശബരിമലയുടെ കാര്യത്തിൽ ഇല്ലാത്തത്. അതുകൊണ്ടാണ് പതുക്കെ പിന്നാക്കം പോകുന്നത്. ശബരിമലയിൽ കഴിഞ്ഞ 2 ദശാബ്ദം മുമ്പ് മുതൽ തുടങ്ങിയതാണ് ഈ കൊള്ള എന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. അത് അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. പഞ്ചലോഹത്തിലുള്ള നമ്മുടെ വാജിവാഹനം നിയമവിരുദ്ധമായി അത് കൈമാറിയത് UDF ഭരണസമിതിയാണ് എന്ന് വന്നു. പോറ്റി ആദ്യം കയറിയത് UDF ഭരണകാലത്താണ് എന്ന് വന്നു. പോറ്റിക്ക് ഡൽഹിയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡിലുള്ള പിടിപാടിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. അതൊക്കെ വന്നോടുകൂടി തന്നെ ഇപ്പോൾ ശബരിമലയെക്കുറിച്ചും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും പറയുന്നില്ല. അങ്ങനെ കോൺഗ്രസിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞാൻ പറയുന്നു, ശബരിമലയിൽ കോൺക്രീറ്റ് കൊടിമരം ചെതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ കോൺഗ്രസ് ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, ദേവസ്വം ബോർഡും മാത്രമല്ല അതിനു മുകളിലുള്ള ആളുകളുണ്ട്. കട്ടവരെയും കക്കാൻ കൂട്ടുനിന്നവരെയും കട്ട മുതൽ പങ്കിട്ടെടുത്തവരെയും അകത്താക്കും ഈ അന്വേഷണം കഴിയുന്നതോടുകൂടി. അത് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ പരിഭ്രമം. എന്നാൽ പിന്നെ ഇന്നലെ ഹൈക്കോടതി അന്വേഷിക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പം നോക്കൂ, പ്രതിപക്ഷ നേതാവ് പണ്ട് സ്വർണ്ണക്കൊള്ള നടത്തിയവരാരായാലും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വാജിവാഹനം കൈമാറിയതിനെ ന്യായീകരിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കില്ലേ? ആ ഗതികേടിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കല്ലേ? അത് ഹൈക്കോടതിയല്ലേ പറയേണ്ടത്? ഹൈക്കോടതി എന്താ പറഞ്ഞത്? അന്വേഷിക്കാനാണ് പറഞ്ഞത്. അതിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞ് അന്വേഷിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ചിലരെ രക്ഷിക്കേണ്ട സ്ഥിതിവിശേഷം വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. ഒരാളെയും രക്ഷിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഉപ്പ് തന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. പക്ഷേ ശബരിമല എന്നിപ്പോൾ പറയാതിരുന്നാൽ രക്ഷപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് ഇനി വിചാരിക്കേണ്ട. ഇത്രകാലം പ്രതിപക്ഷമാണ് പറഞ്ഞതെങ്കിൽ ഇനി അവരെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും.